ഹലോ, നമ്മളുടെ വീഡിയോ കാണുന്നവർക്കറിയാം ഈ വണ്ടി നമ്മൾ ഇതിൻ്റെ 2-3-4 വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്ന കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്യാം. അപ്പോൾ അന്നേരം നമ്മളുടെ വണ്ടിയിൽ ഗിയർ ബോക്സ് ഉണ്ടായിരുന്നില്ല. കാരണം ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആയിട്ട് റിപ്പയറിങ്ങിന് കൊടുത്തായിരുന്നു. പിന്നെ ഗിയർ ബോക്സ് കൊണ്ടുവന്ന് നമ്മൾ വെച്ച് അതിന് ശേഷം വണ്ടി സീസൺ റേസിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഇതുപോലെ വന്ന് ഫ്രണ്ട് സെക്ഷൻ മൊത്തം ഡാമേജ് ആയിട്ട് പോയി. ഇത് ഫൈബറാണ് കേട്ടോ, എല്ലാം ഡാമേജ് ആയി, അത് പൊട്ടി. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ഡ്രിഫ്റ്റിംഗ് ഈസ് ആൻ എക്സ്പെൻസീവ് ആർട്ട്. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ടയറിൻ്റെ അവസ്ഥ വേണോട്ട് നോക്കിയോ, എക്സ്പെൻസീവായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഡ്രിഫ്റ്റ്. നമുക്ക് സാധാരണ നമ്മൾ വിചാരിക്കുന്ന അതിലൊന്നും ഈ സംഭവം നിൽക്കില്ല, കാരണം ഇതൊരു പ്രോ കാർ ആയതുകൊണ്ടാണ്. സോ ടയറിൻ്റെ അവസ്ഥയാണ്. ഈ ഒരു ടയർ നമുക്ക് 4 റേസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് 1, 2, 3, 4 പ്രാവശ്യം ആ ട്രാക്കിൽ ഉപയോഗിക്കാം. 4ാമത്തെ പ്രാവശ്യം ഈ ടയർ ഒഴിവാക്കിയിട്ട് നമ്മൾ പുതിയ സെറ്റ് ടയർ ഇടണം. അതൊന്ന്. പിന്നെ ഇതൊക്കെ വണ്ടി വന്ന് അടിച്ചിട്ട്, അതായത് ഡ്രിഫ്റ്റിൽ ടാൻഡൻ ചെയ്യുമ്പോൾ മറ്റുള്ള വണ്ടി വന്ന് ഇവിടെ തട്ടും. ആ തട്ടിയിട്ടാണ് ഇവിടെയൊക്കെ ഡാമേജ് ആയത്. ഇതുകൊണ്ടാണ് നമ്മൾ ഫൈബറിൻ്റെ ബോഡി പാനൽ യൂസ് ചെയ്യുന്നുള്ളത്. സോ ഇതാണ് നമ്മുടെ ഡ്രിഫ്റ്റിൻ്റെ അവസ്ഥ. പുറമേ കാണുന്നവർക്ക് വളരെ നല്ലൊരു സ്പോർട്സാണ്, പക്ഷേ ഇതിനകത്ത് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുണ്ടെന്നുള്ളത് ആരും ചിന്തിക്കില്ല.